പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള ചില മാസികകളിലൊന്നാണ് സിനിമാ മാസിക. സിനിമാ മാസിക അല്ലെ? ഏത് അതായത് ഏതാണ്ട് 65 കാലഘട്ടം മുതൽ സിനിമാ മാസികയുണ്ട്. ഇതൊക്കെ 72 കാലഘട്ടത്തിലാണ്. 69 മുതലുള്ള ഇതിന്റെ പുറം കവറൊക്കെ പോയ ഇത് ഇതിനകത്തുണ്ട്. 60, 50, 67 കാലഘട്ടം മുതലുള്ള ഇതുണ്ട്. ഇത് നമ്മുടെ യേശുദാസ് ഒക്കെ പാടി തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തെ പറ്റി ജയേന്ദ്രൻ പറഞ്ഞുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയില് അദ്ദേഹത്തെ കയറ്റാൻ വന്നപ്പോ വയലാർ സമരം ചെയ്തത്, ഇതിന്റെയൊക്കെ വാർത്തകൾ ഇതിനകത്തുണ്ട്. ഷീല ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോ കുഞ്ഞിനെ കൊണ്ടിരിക്കുന്ന പടങ്ങള് ഉൾപ്പെടെയുള്ള പ്രേം നസീറിന്റെ ഒക്കെ കാലത്ത് അതിന് മുമ്പുള്ള കാലത്തെയും ഉള്ള വാർത്തകൾ നിറഞ്ഞതാണ് ഈ സാധനങ്ങൾ. ഇതൊരു ഇപ്പൊ നോക്കുമ്പോൾ ഒരു ഭയങ്കര കൗതുകമായിട്ട് തോന്നും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇന്ന് നിരോധിച്ചിട്ടുള്ള പല പരസ്യങ്ങളും അന്ന് സിനിമാസിയിൽ വരുമായിരുന്നു. ഹണിബി ബ്രാൻഡിയുടെ പരസ്യമൊക്കെ ഇതിനകത്തുണ്ട്. ബ്രാൻഡിയുടെ പരസ്യം ഇപ്പൊ ഇല്ലല്ലോ, പല സാധനങ്ങൾ. അതുപോലെ തന്നെ ബീഡി കമ്പനിയുടെ സാധു ബീഡി, അങ്ങനെയുള്ള കുറെ ബീഡികളുടെ അങ്ങനെ കുറെ പരസ്യങ്ങൾ നമ്മൾ ഇന്ന് കാണാത്ത പല പരസ്യങ്ങളും ഹണിബി ബ്രാൻഡിയുടെ പരസ്യമാണ് അല്ലെ? അന്ന് ഈ കാലഘട്ടത്തിൽ ഈ സിനിമാ മാസിക മാത്രമാണോ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, അല്ലാതെ മാസികകൾ ഉണ്ടായിരുന്നു. മാസിക മാതൃഭൂമിയുടെ മാസിക ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ആ കാലഘട്ടത്തിന് ശേഷമാണ് നാന വന്നിട്ടുള്ളത്. ഇത് നാന ഈ സിനിമയെ പറ്റിയുള്ള കൂടുതൽ വർണ്ണ ചിത്രങ്ങളുമായിട്ട് ഇറങ്ങിയാണ് നാന. എന്തായാലും അന്ന് മുതലുള്ള സൂക്ഷിപ്പാണല്ലേ. പിന്നീട് പത്ര ഏജന്റായി മാറിയതോടെ കൂടി ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പത്ര വിതരണം തുടങ്ങിയിട്ട് എത്ര കാലമായി? 50 കൊല്ലത്തിന്റെ ഒരു വാർത്ത ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. 50 വർഷമായിട്ട് പത്ര 50 വർഷം ആകുകയാണെങ്കിൽ ഒരു 76 50 വർഷം തികയുന്നത്. 76 ആകുമ്പോൾ 50 വർഷം തികയും. ഇപ്പോഴും നമ്മൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി താല്പര്യത്തോടെ കൊണ്ടു നടക്കുന്നത്. കാരണം വെച്ചാൽ ആ തൊഴിൽ നമ്മൾക്ക് വളരെ തരം പകരുന്നതാണ്, ഉന്മേഷം പകരുന്നതാണ്, നമുക്ക് ഇഷ്ടം പകരുന്നതാണ്. അതാണ് നമ്മളെ കൊണ്ടു നടക്കാൻ കാരണം. അല്ലെങ്കിൽ പത്ര ഏജൻസി നേരത്തെ നിന്ന് പോയേനെ. താല്പര്യമുണ്ട്. എത്ര പ്രതികൂല കാലാവസ്ഥയിലും പത്രത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ, ഏത് പ്രതിസന്ധികളിലും ഇറങ്ങി പുറപ്പെടാൻ വളരെ താല്പര്യമുണ്ട്.